തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകരെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മർദ്ദനമെന്ന് പോലീസ് FIRൽ വ്യക്തമാക്കി. 12 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. KSU പ്രവർത്തകരുടെ ക്രൂര മർദ്ദനത്തിൽ അധ്യാപകന്റെ കൈയൊടിഞ്ഞു, 2 പല്ലുകളും ഇളകി. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ഇന്നലെ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി അനുവദിക്കാത്തതിനെ തുടർന്നാണ് അധ്യാപകനും PTA പ്രസിഡന്റിനും ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അധ്യാപകനായ ആരിഫിന്റെ കൈ ഒടിയുകയും 2 പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അധ്യാപകൻ. അവരെല്ലാം കൂടി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കൈക്ക് പൊട്ടൽ വന്നു. അതുപോലെ തന്നെ ഒരു പല്ലിന് കുലുക്കം സംഭവിച്ചു, ഒരു പല്ല് ഒടിഞ്ഞു. അങ്ങനെ ദേഹമാസകലം ഇടിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ ബന്ദാണ്. സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 പ്രാദേശിക KSUവിൻ്റെ നേതാക്കന്മാർ വന്നായിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും നോക്കി നിൽക്കുകയായിരുന്നു അധ്യാപകനെ നിലത്തിട്ട് ചവിട്ടിയത്. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കവെയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതുമൊക്കെ. അപ്പോൾ പേരൻസ് എല്ലാം കൂടി നാലുപാടും, കുട്ടികളും പേരൻസും എല്ലാം നാലുപാടും ഓടി. നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്കൂളിൽ പഠിപ്പ് മുടക്ക് സമരം വേണ്ടെന്ന് വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും ചേർന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. മർദ്ദനത്തിൽ PTA പ്രസിഡന്റ് HM സുധീറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 14 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ അധ്യാപകൻ KSUയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ M ഷാജഹാൻ. ശ്രീ M ഷാജഹാൻ കിളിമാനൂർ തന്നെ സ്വദേശിയാണ്. കോൺഗ്രസിന്റെ വക്താവ് ശ്രീ BRM ഷഫീർ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ M വിജയൻ, ഒപ്പം സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഹരീഷ് വാസുദേവൻ. ചർച്ച ആരംഭിക്കുന്നു. ആദ്യമായി ശ്രീ ഷാജഹാൻ, താങ്കളൊരു അധ്യാപകനാണ്, ഒപ്പം ഈ വിഷയം നടന്ന കിളിമാനൂർ സ്വദേശിയാണ്, മുൻ അധ്യാപക സംഘടനയുടെ മുൻ സംസ്ഥാന നേതാവ് കൂടെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് കിളിമാനൂർ? സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി അഡ്മിഷൻ നടക്കുന്ന ദിവസമായിരുന്നു. സാധാരണ പോലെ ക്ലാസ് നടക്കുകയായിരുന്നു. 10:30 മണിയായപ്പോൾ സ്ഥലത്തെ അറിയപ്പെടുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ സ്കൂളിൽ വന്ന് സ്കൂൾ വിടണമെന്ന് പ്രിൻസിപ്പളിനോട് ആവശ്യപ്പെട്ടു. യാതൊരു കാര്യവുമില്ലാതെ സ്കൂൾ വിടുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ വിടാൻ വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞു. വിട്ടില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ വന്ന് ചില ആളുകൾ സംസാരിക്കാറുണ്ട്. അതൊന്നും അത്ര ഗൗരവമായിട്ട് നമ്മൾ എടുക്കാറില്ല. പക്ഷേ 12:30 മണിയായപ്പോൾ 3 വാഹനങ്ങളിൽ, 3-4 വാഹനങ്ങളിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹങ്ങളുമായി 10-40 ആളുകൾ സ്കൂളിലെത്തുകയാണ്. എത്തിയിട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറുകയാണ്. അത് അവിടെ നിന്ന് അധ്യാപകൻ അത് തടഞ്ഞപ്പോൾ അധ്യാപകനെ നേരെ അങ്ങ് തള്ളിയിടുകയാണ്. ഇത് കണ്ടുകൊണ്ട് PTA പ്രസിഡന്റ് എന്ന് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. PTA പ്രസിഡന്റിനെ അവിടെ നിലത്ത് തള്ളിയിട്ടിട്ട് കൈ തല്ലിയൊടിക്കുകയും ഭീകരമായി മർദ്ദിക്കുകയും ചെയ്യുകയാണ്. കണ്ടുകൊണ്ടാണ് സജീവ് ഹാഷിം എന്ന് പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം സ്കൂളിലേക്ക് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇത് കണ്ടു. അദ്ദേഹം ഓടി വന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹത്തെ ഉടുപ്പിന് പിടിച്ച് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുണ്ടുരിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ച് തടയാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം പെട്ടു. ചവിട്ടി തള്ളിയിട്ടതിന് ശേഷം ഭീകരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയാണ്. ഈ സംഭവം കണ്ടുകൊണ്ടാണ് ആരിഫ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആരിഫ് ക്ലാസ്സിൽ കയറുന്നല്ലോ. ഈ സംഭവം കണ്ടുകൊണ്ട് ആരിഫ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് എന്താണ് നിങ്ങൾ ചെയ്ത് ചോദിച്ചപ്പോൾ ആരിഫ് എന്ന് പറയുന്ന ആ സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനെ ആ വന്ന ആളുകളെല്ലാം കൂടെ വളഞ്ഞിട്ട് ഭീകരമായിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലാണ് ചെയ്തത്. 12:30 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾ, അവിടെ അഡ്മിഷൻ വന്ന രക്ഷിതാക്കൾ, അഡ്മിഷൻ വന്ന പാവപ്പെട്ട കുട്ടികൾ, അധ്യാപകർ, അധ്യാപികമാരടക്കമുള്ള ആളുകൾ വല്ലാതെ വിറങ്ങലിച്ച് നോക്കി വെക്കുകയാണ്. ഈ വന്ന ആളുകൾ സർവ്വ ആയുധങ്ങളുമായി ഈ അധ്യാപകനെ തല്ലുകയും 2 പല്ല് തല്ലി പൊട്ടിക്കുകയും അതുപോലെ തന്നെ കൈ ചവിട്ടി ഓടിക്കുകയും ചെയ്യുകയാണ്. മാരകമായ ആയുധങ്ങൾ വെച്ച് ദേഹം മുഴുവൻ തല്ലി അപകടകരമായ അവസ്ഥയിലെത്തി, നെറ്റി പൊട്ടി. ഇങ്ങനൊരു ഭീകരമായൊരു അവസ്ഥാവിശേഷം ആ സ്കൂളിൽ വന്നു. നാട്ടുകാർ ഓടിയെത്തി. നാട്ടുകാർ പിന്നീട് വന്ന് ഈ പ്രതികളെല്ലാം പിടിച്ച് പോലീസ് വന്നപ്പോൾ അവരെ ഏൽപ്പിച്ചു. ഒരു സ്കൂളിനകത്ത് KSU ബന്ധമെന്നോ മറ്റോ പറഞ്ഞിട്ട് നാട്ടിലുള്ള മുഴുവൻ ഗൂണ്ടകളെയും വിളിച്ചു വരുത്തി KSUവിൻ്റെ പ്രവർത്തകന്മാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരും കൂടെ ചേർന്ന് ആ സ്കൂളിനെതിരെയുള്ള ഭീകരമായ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഈ ജില്ലയിലെ ഏറ്റവും അതിർത്തിയിലുള്ള സ്കൂളാണ്. മാത്രവുമല്ല വിജയശതമാനം 100% വിജയം നേടിയതിൻ്റെ അഭിമാനത്തോടു കൂടി പുതിയ അധ്യയന വർഷത്തിൽ ആവേശത്തോടെ കുട്ടികൾ വരുന്ന സ്കൂളാണത്. ഗ്രാമപ്രദേശമാണെങ്കിലും ഏറ്റവും നന്നായി നടക്കുന്ന സ്കൂളാണ്. ആ ഒരു വിദ്യാലയത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഒറ്റപ്പെട്ടതല്ല. കാരണം കിളിമാനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ
തട്ടത്തോല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ 2 സ്കൂളിലും പോയി ഇതുപോലെ ആക്രമണം നടത്താൻ ഈ സംഘം തയ്യാറായി. അവിടെ നാട്ടുകാർ സമയോചിതമായി ഇടപെട്ട് അവരെ ഭയന്നവർ തിരിച്ചുപോയി. അവിടെ നിന്ന് അവസാനം ഈ സ്കൂളിലെത്തി അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി അധ്യാപകനെ ഭീകരമായി ആക്രമിച്ച് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. PTA പ്രസിഡന്റ് വീട്ടിൽ കിടക്കുകയാണ്, രക്ഷിതാക്കളുടെ പ്രതിനിധി. അതേപോലെ മുൻ PTA പ്രസിഡന്റ് ജാബർ ഭീകരമായ മർദ്ദനമേറ്റ് ആശുപത്രിയിലാണ്. എന്തൊരു അവസ്ഥാവിശേഷമാണ്. വ്യക്തമാണ്. ശ്രീ വിജയൻ, കേന്ദ്ര സർക്കാരിലേക്ക് വിദഗ്ധ സമിതി വിദ്യാർത്ഥി സംഘടനകളെ നിരോധിക്കണം, ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഓട്ടോണോമസ് കോളേജുകളും സാങ്കേതിക സർവകലാശാലയും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പല ക്യാമ്പസുകൾക്കുള്ളിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത നില ഇന്ന് വന്നിരിക്കുന്നു. അതിനൊക്കെ അടിവരയിടുന്ന രീതിയിൽ എന്തൊക്കെയാണോ വിദ്യാർത്ഥി സംഘടനകൾക്ക് എതിരായ രീതിയിൽ വാദങ്ങൾ ഉന്നയിക്കുന്നത്, അതിനൊക്കെ അടിവരയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ പല വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഏറ്റവും ശക്തമായിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാലത്തും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. കർണാടകയിൽ റാഗിങ്ങിന് വിധേയമായ ഒരു വിദ്യാർത്ഥി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. എന്താണ് അവിടെ സംഭവിക്കാനുള്ള കാരണം? അവിടെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസുകളിൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇത്രയും ഭീകരമായ വാർത്തകൾ പുറത്തു വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കേരളത്തിലെ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് KSUവിനെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഇത്തരത്തിൽ ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്ത നിലയിൽ ഇടപെടലുകൾ നടത്തി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ആകെ തന്നെ അപമാനിക്കുന്നത്. എന്താ ഇവിടെ മാഷ് സൂചിപ്പിച്ചുവല്ലോ, എന്താ വിദ്യാഭ്യാസ ബന്ധിന് ആധാരമായിട്ടുള്ള കാരണം? KSU എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമൂഹം കേൾക്കാത്ത കാലങ്ങൾ കുറേയായി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഇടപെടൽ നടത്താത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് KSU. എടുത്ത് പരിശോധിച്ചാൽ മതി. പാഠപുസ്തകം തൊട്ടടുത്ത് കിട്ടാത്ത വിഷയം, പാഠപുസ്തകം കിട്ടാത്ത വിഷയത്തിൽ ഒരക്ഷരമുണ്ടോ കേരളത്തിലെ SFI? വിദ്യാർത്ഥികൾ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച ഘട്ടത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വന്ന ഘട്ടത്തിൽ അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ കേരളത്തിൽ KSU തയ്യാറായിട്ടുണ്ടോ? KSU എവിടെയുമില്ല. എന്തിനാ KSU വിദ്യാഭ്യാസ ബന്ധ് നടത്തിയത്? ഞങ്ങൾ വിദ്യാഭ്യാസ ബന്ധിനെതിരല്ല. ആവശ്യമായ ഘട്ടത്തിൽ പഠിപ്പ് മുടക്ക സമരങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. അത് KSU ആയാലും മറ്റു വിദ്യാസംഘടനകളായാലും. ഇവിടെ എന്തിനാണ് KSU വിദ്യാഭ്യാസ ബന്ധ് പറഞ്ഞിട്ടുള്ളത്? യൂണിവേഴ്സിറ്റിക്കകത്ത് ഏതാനും ചില വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വാക് തർക്കം അവർ അത് മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ വിദ്യാർത്ഥി വിഷയങ്ങളല്ല അവർ ഇടപെടുന്നത്. അത്തരം കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി ബന്ദ് പ്രഖ്യാപിക്കുകയാണ്. ആരാ കേരളത്തിൽ SFI വിദ്യാർത്ഥി ബന്ദ് പ്രഖ്യാപിച്ചാൽ ആരാ സമരം നടത്തുക? ഓരോ വിദ്യാലയങ്ങൾക്കകത്തുമുള്ള സംഘടനയുടെ യൂണിറ്റുകൾ, ആ യൂണിറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവിടെയുള്ള നേതൃത്വം, അവരല്ലേ ആ വിദ്യാർത്ഥിനകത്ത് സമരം നടത്തേണ്ടത്. ഇവിടെ KSU എന്താ ചെയ്തത്? KSUക്കാരാണോ അവിടെ സമരം നടത്താൻ വേണ്ടി പോയത്? ഞാൻ ചോദിക്കട്ടെ, പഠിപ്പ് മുടക്കാൻ പോകുന്നു, പോട്ടെ, പുറത്ത് നിന്ന് 40 ആൾ പോകുന്നു. ഈ 40 ആൾ പുറത്തു നിന്ന് പോകുമ്പോൾ എന്തിനാ അവർ കമ്പിപ്പാര എടുക്കുന്നത്? എന്തിനാ ഇരുമ്പ് ദണ്ട് അവർ കയ്യിൽ കൊണ്ടുപോകുന്നത്? അവരുടെ ലക്ഷ്യം പഠിപ്പ് മുടക്കൽ മാത്രമല്ല, ആ വിദ്യാലയത്തിലെ അധ്യാപന വിദ്യാർത്ഥികളെയും കായികപരമായി നേരിടുക. അത് തന്നെയാണ് അവിടെ നടന്നത്. ഏറ്റവും മാന്യമായ രീതിയിലല്ലേ ഒരു അധ്യാപകൻ പുറത്തു നിന്ന് വന്ന KSUക്കാരെന്ന് പറയാൻ പറ്റില്ല, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഗുണ്ടകൾ, അതിലെ പല പേരുകളും എടുത്ത് പരിശോധിച്ചാൽ പല ക്രിമിനൽ കേസുകളാണ്. നബീൽ എന്ന് പറയുന്ന സെനറ്റ് മെമ്പർ ഉൾപ്പെടെ, അതുപോലെ തന്നെ ജിഹാദ്, സ്ഥലത്തെ ഏറ്റവും വലിയ ഗുണ്ടയാണ്, കോൺഗ്രസിൻ്റെ ഗുണ്ടയാണ്. ഇവരൊക്കെയാണ് വിദ്യാർത്ഥിനകത്തേക്ക് പഠിപ്പ് മുടക്കാൻ വേണ്ടി പോകുന്നത്. എന്താ കാരണം പറയുന്നത്? അധ്യാപകരോട് പറയുകയാണ് പഠിപ്പ് മുടക്കും. അധ്യാപകർ എന്താ പറഞ്ഞത്? മാന്യമായ ഭാഷയിൽ പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിപ്പ് മുടക്കിയിട്ടില്ലല്ലോ, ഇവിടെ അഡ്മിഷൻ നടക്കുകയാണ്, അവർ പഠിപ്പ് മുടക്കിയില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പുറത്തു നിന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകൾക്ക് എങ്ങനെ പഠിപ്പ് മുടക്കാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകണം. ഏറ്റവും മാന്യമായ ഭാഷയിൽ പറഞ്ഞ അധ്യാപകൻ്റെ മുന്നിലെ 4 പല്ലുകളാണ് അടിച്ച് തകർത്തത്. അദ്ദേഹത്തിൻ്റെ കൈ അടിച്ച് തകർക്കുകയാണ്. അതേപോലെ തന്നെ വിജയൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഏറ്റവും പ്രബുദ്ധമെന്ന് നമ്മൾ വിളിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ, സർഗാത്മക രാഷ്ട്രീയമെന്ന് നമ്മൾ വിളിക്കുന്ന കേരളത്തിലെ കലാലയ രാഷ്ട്രീയം, സ്കൂൾ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം, എന്നാൽ അവിടെയാണ് KSUവിൻ്റെ സമരത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ സ്കൂളിലേക്ക് വരികയും കരുതിക്കൂട്ടി തന്നെ വരികയും അധ്യാപകനെ മർദ്ദിക്കുകയും അധ്യാപകന്റെ കൈ ഒടിയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്താണ് ഹരീഷ് ഇവിടെ ഈ നടക്കുന്നത്? പ്രവീൺ, കൈരളി പീപ്പിളിൻ്റെ ഈ വാർത്ത അല്ലാതെ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എനിക്ക് നേരിട്ട് ലഭ്യമാകുന്ന ഒരു കേസല്ല ഇത്. ഇതിൻ്റെ പീപ്പിൾ TVയുടെ വേർഷൻ ഞാൻ വിശ്വാസത്തിലെടുക്കുമ്പോഴും എന്താണ് ഇതിൻ്റെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ളത്,
അഥവാ KSUവിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലഭ്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ അക്രമ സംഭവമല്ല ഇത്. ഒരുപാട് സ്കൂളുകളിൽ, ഒരുപാട് കോളേജുകളിൽ അധ്യാപകരുടെയും അധ്യാപികമാരുടെയും നേർക്ക് മർദ്ദനം നടത്തിയിട്ടുള്ള ചരിത്രം കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്കുമുണ്ട്. അത് SFIക്കുണ്ട്, KSUവിനുണ്ട്, ABVPക്കുണ്ട്, MSFനുണ്ട്, അതിൽ താഴെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം ഉണ്ട്. ഓരോ സംഘടനയും അതത് സംഘടനകൾ പ്രവർത്തിക്കുന്ന, അവർക്ക് കായിക ബലം കാണിക്കാൻ കഴിയുന്ന, വളരെ കൂടുതൽ കാണിക്കാൻ കഴിയുന്ന മേഖലകളിൽ അഥവാ സിംഹഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയും അവിടെ ജനാധിപത്യം ഇല്ലാതാവുകയും ചെയ്യും. കേരളത്തിൽ ഏറ്റവും അധികം ജനാധിപത്യം സംസാരിക്കുന്ന SFI ഏറ്റവും പ്രധാനപ്പെട്ട, അവർ കോട്ട പോലെ കൈയടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിൽ AISFന് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിരിച്ച് AISF പ്രവർത്തിക്കുന്ന മേഖലകളിലും ഇതുണ്ട്. ഇതേപോലെ തന്നെയാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അപ്പോൾ KSU നിരവധി കോളേജുകളിൽ, ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിട്ട കേസുകൾ നമുക്കറിയാം. കേരളത്തിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കേരള ഹൈക്കോടതി പോലും 92-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, കേരളത്തിൽ ക്യാമ്പസ് പൊളിറ്റിക്സ് നിരോധിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല. അക്രമം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്നു. മറ്റുള്ള വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള അവകാശം ഇവർ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ മൗലികമായി നാം ഇതിനകത്ത് കണ്ട ഒരു, അല്ലെങ്കിൽ കോടതി പരിശോധിച്ച ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ SFIക്കാരും KSUക്കാരും ABVPക്കാരും MSFകാരും AISFകാരും എല്ലാം കണ്ടുപഠിക്കുന്നത് അവരുടെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ്. അവിടെ ഒരു അധ്യാപകനെ കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്ന ചരിത്രം നമുക്കുണ്ട്. തിരിച്ചിപ്പുറത്ത് നിരവധി ഇടതുപക്ഷ പ്രവർത്തകരെ പല സന്ദർഭങ്ങളിലും അമ്മയുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്ന ചരിത്രം നമുക്കുണ്ട്. ജീവനോടെ ഇപ്പോഴും ജീവച്ഛവമായി മാറിയിട്ടുള്ള ആളുകൾ രണ്ട് പക്ഷങ്ങളിലും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇത്തരം വിക്ടിംസുമുണ്ട്, കൊലയാളികളുമുണ്ട്, അല്ലെങ്കിൽ അക്രമികളുമുണ്ട്. അപ്പം അതുകൊണ്ട് അക്രമ രാഷ്ട്രീയം എന്നത് വിദ്യാർത്ഥികൾ കണ്ടുപഠിക്കുന്നത് അവരുടെ മുതിർന്ന ആളുകളെ തന്നെയാണ്. വ്യക്തമാണ് ഹരീഷ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. നമ്മോടൊപ്പം KSUവിന്റെ മീഡിയ സെൽ അംഗം ശ്രീ BRM ഷഫീർ ചേരുന്നു. ഷഫീർ, ഹയർ സെക്കൻഡറി ഡയറക്ടറെ കരിയോയിൽ ഒഴിക്കുന്നു, പാഠപുസ്തക സമരത്തിനിടയിൽ അധ്യാപകനെ ചവിട്ടിക്കൊല്ലുന്നു, പഠിപ്പ് മുടക്കിനിടയിൽ പഠിപ്പ് മുടക്ക് അനുവദിക്കുവാൻ കഴിയുകയില്ല, കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ അധ്യാപകനെ സംഘമായെത്തി തല്ലിച്ചതയ്ക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ ഭാവം? അല്ല, ഞങ്ങളെല്ലാ കാലഘട്ടത്തിലും അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കലാലയങ്ങളിലെ കലാപ രാഷ്ട്രീയത്തിനും എതിരായ സമീപനമെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് KSU. ഞങ്ങൾ ഒരു തരത്തിലുള്ള അക്രമത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെല്ലാം SFI ചെയ്യും പോലെയൊന്നുമല്ല. അവരെ കൊണ്ടുവന്ന് കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ സ്റ്റുഡൻസിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അഭിഭാഷകരെ ഏർപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് കേസ് നടത്തി കൊടുക്കുകയും അവരെ എല്ലാ തരത്തിലും സംരക്ഷിക്കുകയും ചെയ്ത സമീപനം ഞങ്ങൾക്കില്ല. നേരത്തെ പറഞ്ഞതിൽ അധ്യാപകനെ ചവിട്ടിക്കുന്ന സംഭവം നടക്കാത്ത സംഭവമാണ്, അത് വേറെ ഇഷ്യൂ ആണ്. പക്ഷേ മറിച്ച് കേശവേന്ദ്രകുമാറിനെ കരിയോയിലൊഴിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അന്ന് തന്നെ 9 പേരെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിയമസഹായം കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ നിമിഷം ഞങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ KSU നിന്ന് പുറത്താക്കി. എന്നാൽ ഇവിടുത്തെ സംഭവം വളരെ വ്യത്യസ്തമാണ്. എന്താണെന്നറിയോ, KSUവിൻ്റെ കുട്ടികൾ സെനറ്റ്, ഇന്നിപ്പോൾ കേരള സർവകലാശാലയുടെ സെനറ്റ് സിൻഡിക്കേറ്റ് ഇലക്ഷൻ ആയിരുന്നല്ലോ, ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്ന KSUവിൻ്റെ സുഹൃത്തുക്കളെ ഈ കേരള സർവകലാശാലയുടെ മുമ്പിൽ വെച്ച് SFIയുടെ ആളുകൾ അതിക്രൂരമായ രീതിയിൽ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഭാഗമായി അടിച്ചും ഇടിച്ചും അവരുടെ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാതെ ഏറെ നേരം പിടിച്ചു വെച്ചു. അവസാനം പോലീസ് വന്നിട്ട് അവർ കയറാൻ പറ്റി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് KSU സംസ്ഥാന പ്രസിഡന്റ് ജോയിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അതൊരു പോലീസ് രാജായി കണക്കിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. കേരളത്തിലെമ്പാടും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ക്രൂരമർദ്ദനമേറ്റതിനാൽ വിദ്യാഭ്യാസ മന്ത്രി ആഹ്വാനം ചെയ്തു. +2 സ്കൂളാണ് ഈ കിളിമാനൂരിലെ പള്ളിക്കലിലെ ഹൈസ്കൂൾ. അവിടെ രേഖാമൂലം നോട്ടീസ് കൊടുത്ത് പ്രിൻസിപ്പൽ നോട്ടീസ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരല്പം കഴിയട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഒറ്റ നിമിഷം, ആരാണ് നോട്ടീസ് കൊടുത്തത്? ആ സ്കൂളിലെ കുട്ടികൾ അല്ല, KSUവിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി നോട്ടീസ് കൊടുത്തു. അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് നോട്ടീസ് കൊടുപ്പിച്ചു. അതിനകത്തുള്ള KSU വിദ്യാർത്ഥികളെ കൊണ്ട് നോട്ടീസ് കൊടുപ്പിച്ചു. പ്രിൻസിപ്പൾ നേരത്തെ തന്നെ അവിടുത്തെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് KSTAയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ നേതാവും HS വിഭാഗത്തിൻ്റെ തലവനുമായ പള്ളിക്കൽ ആരിഫിൻ്റെ നേതൃത്വത്തിൽ, PTA പ്രസിഡന്റ് സുധീറിൻ്റെ നേതൃത്വത്തിൽ, ഈ സ്കൂൾ സംരക്ഷണ സമിതിയുടെ മറവിൽ, സ്കൂൾ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ അവിടുത്തെ CPM നേതാവ് സജീബ് ഹാഷിമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് KSUക്കാരെ ക്രൂരമായിട്ട് അടിക്കുകയാണ്.
ആ അടിയുടെയും ഇടിയുടെയും ഇടയിൽ, ഞാൻ വെറുതെ പറയല്ല, ഞാനിത് വെറുതെ വന്നിട്ട് ഇവരുടെ കള്ളം പറയല്ല, അടിയുടെയും ഇടിയുടെയും ഇടയിൽ അധ്യാപകന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചിട്ടുണ്ട്. 7 വിദ്യാർത്ഥികളെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈമിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളെ ആക്രമിച്ച ഇതേ ആളുകൾക്കെതിരായി സെയിം കൗണ്ടർ കേസ് അതേ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ നടന്നിട്ടുള്ള നിർഭാഗ്യകരമായ സംഭവമാണ്. നടന്നതുപോലെ ഇവിടെ ചിത്രീകരിക്കുന്നത് പോലുള്ള സംഭവം അവിടെ നടന്നിട്ടില്ല. അവിടെ രണ്ട് കൂട്ടരും തമ്മിൽ നടന്ന സംഘട്ടനത്തിനിടയിൽ പരിക്ക് പറ്റി അധ്യാപകൻ ആശുപത്രിയിലായ നിർഭാഗ്യകരമായ സംഭവമാണ്. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവിടെ ഈ സംഭവം വഷളാവാനുള്ള കാരണം ഈ പറയപ്പെടുന്ന KSTA നേതാവിൻ്റെ പള്ളിക്കൽ ആരിഫിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ മറവിൽ DYFIക്കാരെയും SFIക്കാരെയും വിളിച്ചു വരുത്തി KSUക്കാരെ ആക്രമിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് 4 KSU കുട്ടികൾ കിളിമാനൂർ കേശവപുരം ഹോസ്പിറ്റലിൽ ഇപ്പോഴും അഡ്മിറ്റാണ് എന്ന് പറയുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കുട്ടികൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ടു. SFIക്കാരെയോ KSTA നേതാവിനെതിരെയോ കേസെടുത്തതല്ലാതെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വ്യക്തമാണ്. നമ്മോടൊപ്പം ഷഫീർ ഈ പറഞ്ഞ പള്ളിക്കൽ ആരിഫ്, ആ സ്കൂളിൽ കിളിമാനൂർ പള്ളിക്കൽ സ്കൂളിൽ മർദ്ദനമേറ്റ അധ്യാപകൻ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് ആരിഫിന്റെ വാക്കുകൾ കേൾക്കാം. ശ്രീ ആരിഫ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആരിഫ്, ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കോൺഗ്രസിന്റെ മീഡിയ സെൽ അംഗം ശ്രീ BRM ഷഫീർ ഇവിടെ പറഞ്ഞത്, താങ്കൾ ഉൾപ്പെടെയുള്ള, താങ്കൾ എന്ന അധ്യാപകൻ, PTA പ്രസിഡന്റ്, അവിടുത്തെ സ്കൂൾ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ, 3 പേരുടെ നേതൃത്വത്തിൽ ഒരു സംഘം SFIക്കാർ ഉൾപ്പെടെയുള്ളവർ KSU പ്രവർത്തകരെ മൃഗീയമായ രീതിയിൽ മർദ്ദിച്ചു. ആ മർദ്ദനത്തിനെതിരെ അവർ പ്രതികരിച്ചു. അങ്ങനെ പരസ്പരം ഉണ്ടായിട്ടുള്ള ഒരു ക്ലാഷിന്റെ പുറത്ത് സംഭവിച്ചിരിക്കുന്നതാണ് താങ്കളുടെ കൈക്കുണ്ടായ ഒടിവും പോയ 2 പല്ലുകളും. ഇതാണ് ഷഫീറിന്റെ വാദം. എന്താണ് താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഉച്ച സമയത്ത് സ്കൂളിനോട് ചേർന്നുള്ള പള്ളിയിൽ ഞാൻ നമസ്കാരത്തിന് പോയിട്ട് നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ കവാടത്തിൽ വെച്ച് ഞങ്ങളുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് HM സുധീറിനെ ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് കയറി വരുന്നത്. തടസ്സം പിടിക്കാൻ ചെന്ന എന്നെയാണ് എല്ലാവരും കൂടി അടിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് എന്റെ കൈക്ക് ഒടിവ് സംഭവിക്കുന്നത്. ഈ പറയുന്നത് തീർത്തും വാസ്തവവിരുദ്ധമാണ്. ശ്രീ ആരിഫ്, ഈ പറഞ്ഞ സംഭവം KSUവിന്റെ പ്രവർത്തകർ പഠിപ്പ് മുടക്ക് നടത്താൻ വേണ്ടി സ്കൂളിലേക്ക് വന്ന സമയത്താണോ ഈ പറയുന്ന സംഘടന നടക്കുന്നത്, അതോ അതിനുശേഷമാണോ? KSUവിന്റെ പ്രവർത്തകരായിട്ട് നാളിതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടുള്ളവരോ അതിന്റെ പ്രവർത്തകരോ ആയിട്ടുള്ള ആരും തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. നാളിതുവരെ നമ്മുടെ ഈ മേഖലയിൽ ഒന്നും പരിചയമില്ലാത്ത കുറെ ഗുണ്ടകളായിരുന്നു സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നത്. അല്ല, എന്റെ ചോദ്യം, ഇത് രണ്ടും നടക്കുന്നത്, പഠിപ്പ് മുടക്കിന് വേണ്ടി നോട്ടീസ് കൊടുക്കാൻ വേണ്ടി KSU പ്രവർത്തകർ വന്നതും താങ്കളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് 40ഓളം പേരടങ്ങുന്ന സംഘം വന്നതും ഒരേ സമയത്താണോ അതോ 2 സമയങ്ങളിലാണോ ഇത്? പഠിപ്പ് മുടക്ക് ഞങ്ങളുടെ സ്കൂളില് എല്ലാ സംഘടനകളും സംയുക്തമായി പഠിപ്പ് മുടക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പഠിപ്പ് മുടക്കിന് മെമ്മോറാണ്ടം നൽകുന്നതിന് വേണ്ടി സ്കൂളിലെ ഒരു കുട്ടി പോലും പ്രിൻസിപ്പലിനെ സമീപിക്കുകയോ മെമ്മോറാണ്ടം നൽകുകയോ ചെയ്തിട്ടില്ല. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ BRM ഷഫീർ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു കുട്ടി പോലും ആ സ്കൂളിൽ നിന്ന് മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല, താങ്കൾ പറഞ്ഞതുപോലെ. എന്നാര് പറഞ്ഞു? ആരിഫ് പറയുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് കണ്ടിക്കാം. 2, പഠിപ്പ് മുടക്ക് നടത്താൻ നോട്ടീസ് കൊടുക്കാൻ പോയ സമയത്തല്ല ഈ സംഘടന നടന്നത്. അതിനുശേഷം തിരിച്ചു വന്ന ആൾക്കാരാണ് ഈ സംഘടനത്തിൽ ഏർപ്പെട്ടത്. 3ാമത്തെ വിഷയം, ഇതിൽ KSU പ്രവർത്തകർ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്, അവിടുത്തെ മുതിർന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. അതെന്താണ്, പഠിപ്പ് മുടക്ക് നടത്താൻ KSUക്കാർ തികയാത്തത് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടെ വിളിച്ചുകൊണ്ട് പോയതാണോ ഇവർ? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇവിടുത്തെ വിഷയം നോട്ടീസ് കൊടുത്തില്ല എന്നുള്ള തർക്കമാണ്. അത് പറയേണ്ടത് പ്രിൻസിപ്പളാണ്. കൃത്യമായി നോട്ടീസ് കൊടുത്തില്ല എന്നുള്ള തർക്കം രണ്ടാമത്തെ സംഭവം പറയട്ടെ. ഇവര് നോട്ടീസ് കൊടുത്തതിന് ശേഷം വിടാമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ സംസാരിച്ച ശ്രീ പള്ളിക്കൽ ആരിഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മുമ്പിനാലെ തന്നെ ഇവിടെ സമരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വിടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിലപാടെടുത്തു എന്നുള്ളൊരു സത്യമാണ്. അതെടുത്തതിന് ശേഷം മണിക്കൂറുകൾ ചർച്ച നീണ്ടുപോയതിന് ശേഷമാണ് ഇവരെ ബലം പ്രയോഗിച്ച്, ഞാനിപ്പോഴും സത്യാവസ്ഥയാണ് പറയുന്നത്, ഞാനിതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ അവിടെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ആ കുട്ടികളെ വിളിച്ച് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഈ കുട്ടികളെ മുഴുവൻ പേരെയും അവിടുത്തെ PTA യുടെ നേതൃത്വത്തിൽ, അതിനകത്തുള്ള SFIക്കാരുടെ നേതൃത്വത്തിൽ
പുറത്തുള്ള സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ, സ്കൂൾ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ പോലീസിനെ വിളിക്കാം, പോലീസിനെ ഉപയോഗിച്ച് പുറത്താക്കാമെന്നിരിക്കവേ സ്കൂൾ സംരക്ഷണ സമിതി എന്ന് ചമഞ്ഞ് ശ്രീ സജീബ് ഹാഷിബ് എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 25ഓളം ആളുകൾ കുറുവടികളുമായിട്ട് വന്ന് KSUക്കാരെ അടിച്ച് ഗേറ്റിന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംഘടന ആരംഭിച്ചത്. ഗേറ്റിൻ്റെ സൈഡിൽ വെച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞ സത്യമാണ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ വെച്ചല്ല സംഭവം. ഈ കുട്ടികളെ അവിടെ നിന്ന് തള്ളി അടിച്ചിറക്കി ഗേറ്റിന് പുറത്താക്കാൻ നടത്തിയ ശ്രമത്തിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ സംഭവം എന്നുള്ളത് സത്യമാണ്. ആ സാഹചര്യം അവിടെ നിന്ന് വരെ പുറത്താക്കാൻ ബലം പ്രയോഗിച്ച് പുറത്താക്കാനുള്ള ശ്രമമാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ അവിടെ KSUവിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റും നിയോജകമണ്ഡലം സെക്രട്ടറിയും അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളും അതിനകത്ത് കയറി ഇല്ലായിരുന്നു. ശ്രീ ഷാജഹാൻ, താങ്കൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം, ശ്രീ ആരിഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നാണ് ഷഫീർ വാദിക്കുന്നത്. മുഹമ്മദ് ആദിൽ, സജീർ, അഫ്സൽ, ഹാഫിസ് 22-23 വയസ്സ് വീതമുള്ള 22-23 വയസ്സ് വീതമുള്ള ആളാണ്. ഒരു സ്ഥാപനത്തിൽ അവർ പഠിക്കുന്നില്ല. അതിൽ അജാസ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ഞാൻ നാട്ടുകാരൻ, എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, സഫീറിന് അറിയില്ലല്ലോ. അൽ അമീൻ, നൗഫൽ, ഫായിസ്, ഇവർ 3 പേരും വിദ്യാർത്ഥികളാണ്, പഠിക്കുന്ന ആളാണ്, ഞാൻ സമ്മതിച്ചു. പിന്നീട് ഇത് കൂടാതെ ഒരു 5 പേർ, പിന്നെ 17 വയസ്സിന് താഴെയുള്ള 5 ആളുകളും ഇതിനകത്തുണ്ട്. ഇത്രയും ആളുകൾ ഇതിനകത്ത് വന്നു. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന ഈ അധ്യാപകനെ ആക്രമിക്കുകയും PTA പ്രസിഡന്റിനെ ആക്രമിക്കുകയും SMC അംഗമായ സജീവ് കൃഷ്ണനെ ആക്രമിക്കുകയും ചെയ്ത അക്രമികളായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ അതൊരു വസ്തുതയായിട്ട് അല്ല തർക്കിക്കണ്ട. നിങ്ങൾ കാര്യമില്ല, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളാരും ഇടപെട്ടില്ലല്ലോ. പറയുന്ന കേൾക്കുക, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ പറയുക. അതുകൊണ്ട് ആ അക്രമം നടത്തിയ ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം വേറൊന്നും പറയാൻ കഴിയില്ല. ഞാൻ ആ നാട്ടിലുള്ളതാണ്, ആ സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞ് അവിടെ പോയതാണ്, അവിടെയുള്ള ആളുകളെ എനിക്കറിയാം, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അവിടുത്തെ നാട്ടിലെ പ്രവർത്തകരെ അറിയാം, ഈ കല്ലമ്പലം കേന്ദ്രീകരിച്ചുള്ള അവിടുത്തെ ഈ ഗൂണ്ടകളെ അറിയാം. അവർ കിളിമാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, തട്ടത്തൂല ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ 2 സ്കൂളിലും പോയി ആക്രമണം നടത്താൻ തുനിഞ്ഞവരാണ്. നാട്ടുകാർ ഓടിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ആരുമില്ലാത്ത നേരം നോക്കി അവിടെ പ്രിൻസിപ്പലിനെ ആക്രമിക്കാൻ കയറുന്നു, അവിടെ വന്ന ഒരു അധ്യാപകനെ തള്ളിയിടുന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്നത് കൃത്യമായി നടന്ന കാര്യങ്ങളാണ്. തിരിച്ച് ആക്രമിക്കുകയാണെങ്കിൽ പള്ളിക്കലെ ആളുകളെല്ലാം കൂടെ ഓടി വന്ന അവസാനം ഇവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്തത്. അത് ആദ്യം സംഭവിച്ചിരുന്നെങ്കിൽ അധ്യാപകൻ അടിയിട്ടായില്ലായിരുന്നു. ബാബുകാശുവിന്റെ ശരീരത്തിന് തല്ല് കിട്ടാൻ സ്ഥലമില്ല. എന്തൊരു ഭീകരമായ പറ്റിയോ? അതുകൊണ്ട് അല്ല, ഒറ്റ ചോദ്യം, ഇടപെടുന്നതിൽ ക്ഷമിക്കണം, എന്തെങ്കിലും പരിക്ക് പറ്റിയോ സാർ? അതും കൂടെ ഒന്ന് പറയണം. പരിക്ക് പറ്റി ഒരാൾ മെഡിക്കൽ കോളേജ് ഇന്നലെ വേറെന്ന് പറഞ്ഞു. KSUവിന്റെ ആളുകൾ കേശവര ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പച്ചക്കള്ളമാണ്. ഞാൻ ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെയും ഇന്നും കേശവര ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഒരൊറ്റ KSUവിന്റെ പ്രവർത്തകനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. എന്തൊരു പച്ചക്കള്ളമാണ് ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നത്. ഇത് അവരുടെ രീതിയാണ്. ആക്രമണം നടത്തുക, നുണപ്രചരണം നടത്തുക, എന്നിട്ട് കള്ളപ്രചരണം നടത്തുക. ഇത് നിങ്ങളുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇടപെടുക, ജനാധിപത്യ വിരുദ്ധമായി സംസാരിക്കുക, അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. അവിടെയുള്ള ആളുകൾ താങ്കൾക്ക് ഷഫീറിനോടുള്ള പ്രതികരണം അറിയിക്കാം. അതിനോടൊപ്പം ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ആദ്യമായിട്ടല്ല അക്രമം ഉണ്ടാകുന്നത്. അത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും SFI ഉൾപ്പെടെ പലപ്പോഴും അക്രമം ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാദം കൂടെ ഹരീഷ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ 2 വാദങ്ങളെ? ഇവിടെ ശ്രീ ഷഫീർ നടത്തുന്ന ചർച്ചയുടെ ഭാഷ വളരെ മനോഹരമാണ്. ഇത്രയും മനോഹരമായി തട്ടിപ്പ് പറയുന്ന ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ? ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഷഫീർ തന്നെ പറയണം. ചാനൽ വന്നിരുന്ന് ഇങ്ങനെ പൊതുജനങ്ങളോട് തട്ടിപ്പ് പറയരുത്. അവിടെ നടന്നിട്ടുള്ള ഇവിടെ ഷാജഹാൻ മാഷ് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കട്ടെ. നിങ്ങൾ പറയുന്നത് ആ സ്കൂളിനകത്തേക്ക് പോയത് അവിടുത്തെ KSU വിദ്യാർത്ഥികളാണ്. അവിടെ എവിടെ KSU വിദ്യാർത്ഥികൾ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് പരിക്ക് പറ്റി. എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? കേരളത്തിലെ ജനങ്ങളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള ചില സംഭാഷണങ്ങൾ, ചില സംവാദങ്ങൾ, അത് മാത്രമാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ എന്താ? ഉറങ്ങിക്കിടന്ന KSU, ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാത്ത KSU അവിടെ ചത്തുകിടക്കുകയാണ്. ആ KSUവിന് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വരാൻ അവർ കണ്ടുപിടിച്ച എളുപ്പമാർഗം എന്താ? ഒരു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്.
മാർച്ച് നടത്തിയപ്പോൾ എന്താ പോലീസ് അവിടെ ബാരിക്കേഡ് കുലുക്കിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ടതല്ലേ കേരളത്തിലെ ജനങ്ങൾ തിരിഞ്ഞോടി, കേരളത്തിലെ KSUക്കാർ തിരിഞ്ഞോടിയില്ല. അപ്പോൾ തടഞ്ഞു വീണതല്ലേ നിങ്ങളുടെ നേതാവ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതിൻ്റെ പേരിൽ നേതാവ് വീണതിൻ്റെ പേരിൽ അധ്യാപകൻ്റെ 4 പല്ല് പോകുന്നു, 1 കൈ പോകുന്നു. നിങ്ങൾ വളരെ മനോഹരമായി ചാനൽ വന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ അവിടെ ആരാ കടന്നു പോയത്? ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുണ്ട്. ആരാ? ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് ആരാണ്? പരിശോധിക്കണം. കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കണം. ജിഹാദ് എന്ന് പറയുന്ന ഗുണ്ടയുടെ പേരിൽ എത്ര കേസുകളുണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ വലിയ മനോഹരമായ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രം പോരാ. ജിഹാദ് എന്ന് പറയുന്ന ഗുണ്ട എന്തിന് ആ സ്കൂളിനകത്തേക്ക് സമരം നടത്താൻ വേണ്ടി പോയി? ആ ജിഹാദിനെ ഇവിടെ പറഞ്ഞ പേരുകളുണ്ടല്ലോ. നജീം എന്ന് പറയുന്ന, അതുപോലെ ബർഷാദ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ അമൽ എന്ന് പറയുന്ന, ഞാൻ ആ അമൽ എന്ന് പറയുന്ന ആ ആളുടെ കേസിനേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പരിശോധിക്കണം എന്താ കേസുകളെന്ന്. ഞാൻ അയാൾ അപമാനിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇവരൊക്കെ എന്തിനാണ് ആ സ്കൂളിനകത്തേക്ക് പോകുന്നത്? നിങ്ങൾ പറഞ്ഞു അവിടുത്തെ വിദ്യാർത്ഥികൾ നിങ്ങൾ സമരം നടത്തിക്കോ. ആരെതിര്? അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? സമരം നടത്താൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് KSUവും യൂത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗുണ്ടകൾ വിദ്യാർത്ഥിനകത്തേക്ക് അകത്ത് പോകുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? അവിടുത്തെ അധ്യാപകർ നിങ്ങളുടെ വന്ന് തല്ലിയെന്നോ? ഒരു അധ്യാപകനും ഒരു PTA പ്രസിഡന്റും 40 അതിനോടുള്ള വാദം ഹരീഷിന്റെ വാദത്തിലൂടെ തീർച്ചയായും കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ ഏറ്റവും മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് SFI. ഞങ്ങളെ അക്രമകാരികളാക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിനെ വളരെ പെരുപ്പിച്ച് കാണിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുള്ള മറ്റൊരു മറുപടിയാണ് SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം അക്രമകാരികളല്ല. ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പോരാട്ടങ്ങൾ നടത്തിയതാണ്. തെരുവിൽ ചോര ചിന്തിയ സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ അക്രമകാരികളായതുകൊണ്ടല്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ്. ഞങ്ങൾ ഏറ്റവും വലിയ അക്രമകാരികളാണ്. നിങ്ങൾ എടുക്കുക കണക്കുകൾ. യൂണിവേഴ്സിറ്റികൾ ഇന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. KSU ചിത്രത്തിലുണ്ടോ? എല്ലാ സീറ്റിലും വിജയിച്ച SFI അല്ലേ? MG തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ കലാലയങ്ങളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് ആരാ വിജയിക്കുന്നത്? വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന പ്രസ്ഥാനം SFI. എന്തുകൊണ്ട് SFI വിജയിക്കുന്നു? ഞങ്ങൾ അക്രമകാരികളാണെങ്കിൽ വിദ്യാർത്ഥികൾ ഞങ്ങൾ അംഗീകരിക്കുമോ? ചർച്ചയിലേക്ക് സ്വാഗതം. ഹരീഷ് വാസുദേവനിലേക്ക്. ഹരീഷ്, 2 പ്രധാന സംശയങ്ങൾക്കാണ് ഹരീഷ് ഒന്ന് അഭിപ്രായം പറയേണ്ടത്. ഒന്ന്, കുട്ടികളെ തല്ലുന്ന അധ്യാപകർ, ഷഫീർ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ തല്ലുന്ന അധ്യാപകർ ഇന്ന് കേരളത്തിലുണ്ടോ? അങ്ങനെ ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ടോ? ഒന്ന്. 2, ഈ ഒരു വിഷയം വിജിൻ്റെ വാദം എടുക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം SFIയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വളരെ വലിയ ചർച്ചകളിലേക്ക് മാറ്റുകയും KSUവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷയങ്ങളെ മനഃപൂർവ്വമായി തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പൊതുബോധത്തിന് കേരളത്തിൽ രൂപമുണ്ടോ? എന്താണ് ഹരീഷ് അതിൻ്റെ അഭിപ്രായം? ഒന്ന്, ഈ ചർച്ചയോ മറ്റേതെങ്കിലും ടെലിവിഷൻ ചർച്ചയോ കിട്ടുന്ന ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ നമുക്കിപ്പോൾ നടന്ന ഈ വസ്തുതയുടെ ശരിതെറ്റുകൾ പരിശോധിക്കുക വയ്യ. കാരണം അതിൻ്റെ ട്രയൽ ഓൾറെഡി കേസും കൗണ്ടർ കേസും എടുത്തിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകൾ കോടതിയോ നിയമമോ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഇതിൻ്റെ സാമൂഹികമായ മാനം പരിശോധിക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി സംഘടനകൾ ഉള്ളതുപോലെ തന്നെ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അധ്യാപക സംഘടനകളുമുണ്ട്. ഈ അധ്യാപക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് നല്ല കാര്യമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം പോലെ തൻ്റെ അധ്യാപന വൃത്തിയെ കാണുകയും അതിൽ ഇപ്പം SFIയോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു KST അധ്യാപകനാണെങ്കിൽ അദ്ദേഹം SFI വിദ്യാർത്ഥികളെ സഹായിക്കുകയും, അപ്പുറത്ത് കോൺഗ്രസ് അനുകൂല സംഘടനയാണെങ്കിൽ അവർ KSUവിനെ വിദ്യാർത്ഥികളെ സഹായിക്കുകയും, ക്യാമ്പസുകളിൽ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് യോജിക്കാത്ത ആളുകളോട് ഇൻറ്റേർണൽ മാർക്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവർക്ക് ആ തക്കം കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയമായ പകപോക്കൽ നടത്തുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായി അനുഭവങ്ങളുണ്ട്. അതുമാത്രമല്ല, വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലുന്നു എന്നത് ഒരു പുതിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുകയും എത്രയോ റിപ്പോർട്ടുകൾ എനിക്ക് തോന്നുന്നു പീപ്പിൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നതും എന്താണ് യഥാർത്ഥത്തിലുള്ള അധ്യാപകരുടെ ക്യാമ്പസിനകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്നതും ഇവർ തന്നെ വിശദീകരിക്കേണ്ടതും ഇവർ തന്നെ വ്യക്തമാക്കേണ്ടതും, സമൂഹം എന്തുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം കോടതി നിരോധിച്ചപ്പോൾ കൈയടിച്ചു എന്നുള്ളത് ഇവർ ആത്മപരിശോധന നടത്തേണ്ടതുമാണ്. രണ്ടാമത്തെ വസ്തുത, കേരളത്തിൽ KSU നടത്തുന്ന ആക്രമണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കി പോകുന്നുണ്ടോ അഥവാ SFIയുടെ ആക്രമണങ്ങളെ പർവ്വതീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ മീഡിയയെ നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഒരു ഇടതുവിരുദ്ധ മീഡിയ ഉള്ള ഒരു സ്ഥലമാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം നടത്തുന്നതിനേക്കാൾ കൂടുതൽ CPMൻ്റെ
അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളുടെ SFIയുടെ ഒക്കെ രാഷ്ട്രീയ ആക്രമണങ്ങളെ പർവ്വതീകരിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിൽ പൊതുവെ വലതുപക്ഷ മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ക്രിമിനൽ കേസുകൾ എടുത്തു നോക്കൂ. ഓരോ രാഷ്ട്രീയ കക്ഷികളും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ ക്രിമിനൽ കേസുകൾ പൂർണ്ണമായി പിൻവലിക്കുന്ന സ്ഥിതിയാണുള്ളത്. അതിന് ഈ പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയെന്നോ LDF എന്നോ വ്യത്യാസമില്ല. ഇപ്പോൾ CPM അധികാരത്തിൽ വന്നിരിക്കുന്നു, ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി SFI നടത്തിയ എല്ലാ ആക്രമണങ്ങളും, എല്ലാ ക്രിമിനൽ കേസുകളും വിഡ്രോ ചെയ്യും. കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് നാം അത് കണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ KSU പ്രവർത്തകർക്കെതിരായിട്ടുള്ള പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള പോലീസുകാരെ തല്ലിയതടക്കമുള്ള കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ SFIക്കോ KSUവിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഞങ്ങൾ വലിയ പുണ്യവാളന്മാരാണ് എന്ന് പറയാൻ കഴിയില്ല. വസ്തുതകൾ ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവരശേഖരണം കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ നിയമസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ ഒക്കെ പുറത്തു വന്ന രേഖകൾ പ്രകാരം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും ഇത്തരത്തിൽ ആക്രമണം വ്യക്തമാണ്. ഹരീഷ്, വ്യക്തമാണ്. ശ്രീ ഷാജഹാൻ, വളരെ പ്രസക്തമായ ഒരു വാദം ഹരീഷ് തുടക്കത്തിൽ പറയുകയുണ്ടായി. അധ്യാപകരുടെ രാഷ്ട്രീയം പലപ്പോഴും വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം. എങ്ങനെ കാണുന്നു അതിനെ? ഹരീഷ്, അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടാണോ അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അധ്യാപകർക്ക് അധ്യാപക സംഘടനയുണ്ട്. അധ്യാപക സംഘടന ഒരു കുറ്റമല്ല, അത് അനിവാര്യവും ആവശ്യവുമാണ്. അക്കാഡമിക് കാര്യങ്ങളിലും സ്കൂളിൻ്റെ പൊതുവായ കാര്യങ്ങളിലും എല്ലാ അധ്യാപക സംഘടനകളും യോജിച്ച് നിൽക്കുന്ന ഒരു നിലപാട് പലപ്പോഴും എടുക്കാറുണ്ട്. അവിടെ അധ്യാപക സംഘടനകൾ തമ്മിൽ സംഘർഷവും തർക്കവും സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഒറ്റപ്പെട്ട സംഭവം പോലും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അധ്യാപക സംഘടനകൾ തമ്മിൽ ചേരിതിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതി വിദ്യാലയങ്ങളിൽ പൊതുവേ ഇല്ല എന്നുള്ള വസ്തുത അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ പോലും അധ്യാപകർ ഒറ്റക്കെട്ടായി എന്നാണ് പലപ്പോഴും കൈകാര്യം ചെയ്യാറുള്ളത്. ആ വസ്തുത നിഷേധിച്ചുകൊണ്ട് സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരെ ആക്രമിച്ചിട്ടില്ല, അധ്യാപകരുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല എന്നുള്ള നിലയിലൊക്കെ ഇവിടെ ഒരു ആദ്യം സംസാരിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് സംസാരിച്ചു. ക്ലസ്റ്റർ യോഗവുമായി ബന്ധപ്പെട്ട അധ്യാപകനെ തല്ലിക്കൊന്നത് കേരളത്തിൽ നടന്ന സംഭവമാണ്. UDFൻ്റെ പ്രവർത്തകന്മാർ, വിശേഷിച്ചും ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു അധ്യാപകനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഞെട്ടിയ സംഭവമാണ്. ഈ സാക്ഷര പ്രബുദ്ധ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഈ അധ്യാപകന് നേരെയുള്ള ആക്രമണത്തെ ഒറ്റപ്പെട്ട സംഭവമായി ഞങ്ങൾ കാണുന്നില്ലത്. നിസ്സാരമായ കാര്യമായി ഞങ്ങൾ കാണുന്നില്ല. വളരെ ഗൗരവത്തോട് കേരളീയ സമൂഹം ഇത്തരം അക്രമങ്ങളെ കാണുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകും. അവിടെ പള്ളിക്കൽ പോലീസ് എടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഇന്ന് ജാമ്യം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ഭീകരമായൊരു ആക്രമണം നടന്നിട്ട് വേണ്ട വിധത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ആ കുറ്റവാളികളുടെ പേരിൽ നടപടിയെടുക്കാൻ ആ വിദ്യാർത്ഥികളല്ലല്ലോ. അവിടെ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ KSU നോട്ടീസ് കൊടുത്തില്ല. ഞാൻ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുന്നത്. അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചതിന് ശേഷം KSU അവിടെ നോട്ടീസ് കൊടുത്തിട്ടില്ല. അവിടെ നോട്ടീസ് കൊടുക്കാൻ KSU എന്ന് പറയുന്ന സംഘടനയില്ല. അവർ സമരം വേണ്ടാം തീരുമാനിച്ചതാണ്. ഷഫീർ, KSU എന്ന സംഘടന അവിടെ ഇല്ല, അവർ നോട്ടീസ് കൊടുത്തിട്ടില്ല. ഒരു വിഷയം, അതിൽ താങ്കൾക്ക് പ്രതികരിക്കാം. രണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പലയിടത്തു നിന്നും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായ രീതിയിൽ അധ്യാപകരെയും ഹയർ സെക്കൻഡറി ഡയറക്ടറെയും ഒക്കെ തല്ലിച്ചതച്ചുകൊണ്ട് ആ വാദം പറയുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് KSU പലപ്പോഴും ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? സമയം തന്നെ പ്രവീൺ, കൂടുതൽ തരണ്ട. ബഹുമാനായ അധ്യാപക സംഘടന നേതാവ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ്, എനിക്കറിയാവുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണെന്ന് പൊതുബോധം ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ അറിയാതെ സംബന്ധിച്ച 2 കാര്യമുണ്ട്. നൗഫൽ എന്നും അല്ലാരിഫ് എന്നും പറയുന്ന 2 കുട്ടികൾ അതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഈ കുട്ടികൾ നോട്ടീസ് കൊടുത്തിരിക്കുക. കൊടുത്തതിന് ശേഷം അവർ തല്ലി പുറത്താക്കിയ വിഷയങ്ങൾ അവിടെ പറഞ്ഞു. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട SFIയിലെ സുഹൃത്ത് വിജിൻ പറഞ്ഞു, KSUക്കാർ വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുന്നില്ല, അവർ ഗുരുവന്ദനം നടത്തിയത് ഇങ്ങനെയൊക്കെയാണെന്ന് വല്ലാതെ ഷഫീർ പറഞ്ഞപ്പോൾ നേരത്തെ വളരെ ദൈർഘ്യമായ രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടോ? ഇല്ലല്ലോ. ഇടപെടേണ്ടത് ആവശ്യമാകുന്ന സമയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഒരു തെറ്റാകുമ്പോൾ മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ഈ വിഷയത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി താങ്കൾക്ക് ഉറപ്പായിട്ടും വിജയൻ മറുപടി കൊടുക്കാം. അതിനു മുമ്പായിട്ടൊരു ചോദ്യം. ഈ പറയുന്ന വിദ്യാർത്ഥികൾ നോട്ടീസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയെന്ന് താങ്കൾ പറഞ്ഞ സമയത്തോ അവിടെ എത്തിയെന്ന് തന്നെ കരുതുക. അതിനുശേഷം നിരന്തരമായ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. ഒന്ന്, അത് വസ്തുതയാണ് ഷഫീർ. ഇനി രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് വരേണ്ടത്, കേരളത്തിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ 3 മണിക്കൂറൊക്കെ ചർച്ച നിരന്തരമായി നടത്തി സ്കൂൾ വിടിവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസനീയമായൊരു വാദമല്ല. ഇനി മൂന്നാമത്തത്, അവിടെ സംഭവിച്ചത് ഇവർ തിരിച്ചു പോവുകയും ഇതിന് പ്രതികാരവുമായി ഒരു കൂട്ടം ആൾക്കാരുമായി വരികയും ചെയ്തു എന്നുള്ള വാദം വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു.
താങ്കൾ പറയുന്ന പല കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഷഫീർ. അതിന് മറുപടി പറഞ്ഞിട്ട് വിജിലിലേക്ക് പോവാം. പറയാം. അവിടെ നോട്ടീസ് കൊടുത്തു, ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞു, പിന്നീട് അവിടെ PTA കമ്മിറ്റി വരട്ടെ, സ്കൂൾ സംരക്ഷണ സമിതി വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഡിലേ ആക്കി, നടക്കാതെ വന്നു. അവരവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. അവിടെ നിന്ന് പുറത്തുനിന്നുള്ള ആളുകൾ കൂടി അകത്ത് കയറി. ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്കൂൾ സംരക്ഷണ സമിതിയാണെന്ന് പറഞ്ഞു. നേതൃത്വം കൊടുത്തത് സജീവ് ഹാഷിമാണ്. നേതൃത്വം കൊടുത്തതിന് ശേഷം ഈ കുട്ടികളെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുന്നു. അവിടെ വെച്ച് ക്ലാഷ് നടക്കുന്നു. ക്രൂരമായി കുട്ടികൾ അടിക്കുക. 6 കുട്ടികൾ ഇന്നും ഈ പറയപ്പെടുന്ന കേശവപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുക. സാർ നേരത്തെ പറഞ്ഞത് അസത്യമായ കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടികളെ കേശവപുരത്തെ ആശുപത്രിയിൽ 6 പേർ പരിക്ക് പറ്റി കിടക്കുന്നുണ്ടെന്നാണ് ഷഫീർ പറയുന്നത്. ഈ പറഞ്ഞ പേരൊന്നും ഈ പറഞ്ഞ കുട്ടി ആ സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞ ആളുകളൊന്നും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അല്ല. ഈ പറഞ്ഞ പേരുകൾ 22 വയസ്സിൽ താഴെയുള്ള 3 പേരുണ്ടെന്ന് മാത്രം. 18 വയസ്സ് അല്ല സർ, എന്റെ ചോദ്യം ഇതായിരുന്നു, കേശവപുരത്തെ ആശുപത്രിയിൽ കുട്ടികൾ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഇല്ല. ഷഫീർ എന്ന് അവർ പറയുന്നു. ഞാൻ പറയുന്നു ആ കുട്ടികൾ ഇപ്പോഴും ആണ്. ബാക്കിയുള്ള കുട്ടികളെ റിമാൻഡ് ചെയ്തവർ ജയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വിഷയം ഇത്രയേ ഉള്ളൂ. ആ സംഭവത്തെ സംബന്ധിച്ച് അത് പർവ്വതീകരിച്ച് കുട്ടികളെ ഉപദ്രവിച്ചതിന് ശേഷമാണ് പുറത്തു നിന്ന് KSUവിന്റെ ബ്ലോക്ക് ഭാരവാഹികൾ അവിടെ ചർച്ചയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നത്. ചർച്ചയിലേക്ക് തിരിച്ചു വരുന്നു. ഷഫീറിന് വിജയനോട് എന്തോ പറയാനുണ്ട്? SFI വളരെ പുണ്യവാളം ചമഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാം, അതിലേക്ക് കടന്നു പോകാൻ പറ്റും. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിദേശ സർവകലാശാലകൾ വേണോ എന്നതിനെ സംബന്ധിച്ചൊരു കൺസൾട്ടിങ്ങിന് വേണ്ടി കോവളത്തിൽ ലീല ഹോട്ടലിൽ ഒരു യോഗം വെച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർമാനും ലോകമറിയുന്ന വിദേശകാര്യ തലവനുമായ TP ശ്രീനിവാസൻ വന്നപ്പോൾ പുറകിൽ നിന്ന് കവാലത്തിനടിച്ച് താഴെ തള്ളിയിടുന്ന രംഗം കേരളത്തിൽ കണ്ടു. ചെയ്ത SFI ആ ചെയ്ത നേതാവ് തിരുവനന്തപുരം ജില്ലയിലെ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാ, നെയ്യാറ്റിങ്കരയിലെ ITIക്കകത്ത് പോളിടെക്നിക്കകത്ത് കയറി പ്രിൻസിപ്പളിനെ അടിച്ച് അവിടുത്തെ സാധനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ പ്രതിയാ. 16 കേസുണ്ടായിരുന്നു. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് 90 ദിവസം കഴിഞ്ഞിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. 1. 2, പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവിടുത്തെ ഒരു ദളിത് പ്രിൻസിപ്പൾ റിട്ടയർ ആയപ്പോൾ ചെയ്തെന്തറിയോ? പിന്നെ പ്രവീണിനൊക്കെ അറിയാമായിരിക്കും. ഈ കോളേജിലേക്ക് കയറുന്ന പ്രവേശന കവാടത്തിൽ ഒരു കബറുണ്ടാക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശവമഞ്ചം, ഒരു ശവപേടകം ഉണ്ടാക്കി വെച്ചു, മണ്ണിൽ തീർത്ത് വെച്ചു. ആളുകൾ ചോദിച്ചു, വലിയ വിവാദമായി. ഒരു പ്രഥമ അധ്യാപികയുടെ ശവമഞ്ചം ഉണ്ടാക്കി വെച്ചതിനകത്ത് റീത്ത് വെച്ചതിനെ സംബന്ധിച്ച് വലിയ വിഷയം വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രവീണെ, കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബഹുമാനായ ശ്രീ എം എ ബേബി സഖാവ് പറഞ്ഞെന്തറിയോ? ദ ആർട്ട് ഇൻസ്റ്റലേഷൻ, ആർട്ടിൻ്റെ വിന്യാസം എന്നാണ്. 2. 3, 16 വിദ്യാഭ്യാസ ബന്ധുകൾ 5 കൊല്ലത്തിനടുത്ത് നടത്തിയവരാണ് SFI. അത് തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മുഖം മൂടി മറച്ച് കശ്മീരിലെ തീവ്രവാദികളെ പോലെ മുഖം മൂടി മറയ്ക്കുകയും പെട്രോൾ ബോംബുകൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുനിന്ന് എറിയുകയും പോലീസുകാരെ ഉപദ്രവിക്കുകയും നിരവധി കേസുകൾ നടത്തി തിരുവനന്തപുരത്ത് അക്രമ സമരങ്ങൾക്ക് നേതൃത്വം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ KSUക്കാരനെ ചാപ്പ് കുത്തി താര. കഴിഞ്ഞ കൊല്ലം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ആവിഷ്കാര മൂന്നാല് വിഷയങ്ങൾ ഷഫീർ ചൂണ്ടിക്കാണിക്കുന്നത്. ഷഫീർ, ഇതുപോലുള്ള വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും വാദമുയർത്തുവാൻ കഴിയുകയില്ലെന്നാണ് ഹരീഷിന്റെ ഈ വാദം. അല്ലല്ല, ഇവിടെ പറഞ്ഞതിന് 3 കാര്യത്തിന് ഞാൻ കൃത്യമായി ഉത്തരം പറയാം. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്തതാണ്. TP ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് അന്ന് ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ആ സാഹചര്യം ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റിനെതിരെ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കാൻ, വിദേശ കുത്തുകൾക്ക് എഴുതി കൊടുക്കാൻ നടത്തിയ ശ്രമത്തിനെ പ്രതിരോധിക്കാൻ തലേ ദിവസം രാത്രി മുതൽ കോവളത്ത് ലീല ഹോട്ടലിന് മുന്നിൽ സമരമാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്, വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട TP ശ്രീനിവാസനെയും ഞങ്ങൾ തടയും, നിങ്ങൾ ദയവ് ചെയ്ത് വരരുത്. വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ആ യോഗത്തിൽ നിന്ന് പിൻവാങ്ങി. ബഹുമാനപ്പെട്ട TP ശ്രീനിവാസൻ എന്താ ചെയ്തത്? ഞങ്ങൾ TP ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയിട്ട് മർദ്ദിക്കുകയായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി മർദ്ദിക്കുകയായിരുന്നല്ലോ. ഏറ്റവും പ്രകോപനരായി നിൽക്കുന്ന ഒരു സമരത്തിനകത്തേക്ക് അദ്ദേഹം കയറി വന്നു. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ കയറി അടിക്കുന്ന നിലയുണ്ടായിട്ടില്ലല്ലോ. ഇവിടെ മറ്റൊരു തരത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ ശവമഞ്ചം വരിക്കുക. ആരാ ശവമഞ്ചം വരിക്കുന്നത്? ആരാ കേസിൽ പ്രതികൾ? എല്ലാം SFIയുടെ തലയിൽ കെട്ടിവെച്ചിങ്ങനെ വലിയ ചർച്ചകൾ നടത്താമെന്ന ശ്രമങ്ങളൊന്നും ഇവിടെ വേണ്ടതില്ല. ആരാ കേസിൽ പ്രതികൾ? ഇരുട്ടിൻ്റെ മറവിൽ ആരോ ചെയ്തു. അത് SFIയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പാലക്കാട് വിക്ടോറിയ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തി. അന്വേഷിച്ചു, പ്രതികളുണ്ടോ ആ കേസിൽ? പറയട്ടെ, ആര് SFIയുടെ ഒരു നേതാവിൻ്റെ പേര് നിങ്ങൾ ആ കേസിൽ പറ. നിങ്ങൾ ഇങ്ങനെ ആരോപണങ്ങൾ ഏത് മൊഴിയാണ്? പ്രിൻസിപ്പാൾ കണ്ടോ രാത്രി വന്നിട്ട്? പ്രിൻസിപ്പാളിന്റെ രാഷ്ട്രീയം അറിയാം. നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഏറ്റവും മാന്യമായി കേട്ടു നിന്നല്ലോ.
നിങ്ങളുടെ അവസരത്തിൽ എന്നെ വിമർശിക്കുമ്പോൾ ഞാൻ കേട്ടു, നിങ്ങളും കേട്ട് നിൽക്കണം. ഞാൻ പറയുന്ന പ്രിൻസിപ്പാളിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് കൃത്യമായി SFI വൈരാഗ്യം വെച്ചുകൊണ്ടാണ് പ്രിൻസിപ്പാൾ മൊഴി കൊടുത്തുള്ളത്. നിങ്ങൾ പിന്നെ പറഞ്ഞ വേറെ എന്താ കാര്യങ്ങൾ? യൂണിവേഴ്സിറ്റി ഞങ്ങൾ എന്തിനാ സമരം നടത്തിയത്? നിങ്ങൾ പറയും 16 വിദ്യാഭ്യാസം, നിങ്ങൾ എങ്ങനെയാണ് കണക്കെടുത്തതെന്ന് അറിയില്ല. ഏറ്റവും മനോഹരമായി പറയുന്നുണ്ട്, വിദ്യാഭ്യാസ ബന്ധുക്കളല്ലേ ഏറ്റവും കുറച്ച് കൊണ്ടുവന്ന പ്രസ്ഥാനം SFI. നിങ്ങൾ പറയും ഞങ്ങൾ എന്തിനാണ് സമരം നടത്തിയത്? കേരളത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പാഠപുസ്തകം കൊടുത്തില്ല, ക്ലാസ്സിൽ വെറുതെ പോയിരിക്കുന്നു. ഞങ്ങൾ പ്രതിഷേധിക്കേണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനം, ഞങ്ങൾ പറഞ്ഞ് പഠിപ്പോടൊക്കെ നിങ്ങൾ സമരം നടത്തണം, പാഠപുസ്തകം കിട്ടുന്നില്ല. ഞങ്ങൾ പഠിപ്പോടൊക്കെ മാത്രമല്ല ചെയ്തത്, ഞങ്ങൾ കേരളത്തിലെ കുട്ടികൾക്ക് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പുസ്തകം കൊടുക്കാത്ത ഘട്ടത്തിൽ പുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുത്തു. ഏത് പ്രസ്ഥാനം ചെയ്തു? മിണ്ടിയോ? നിങ്ങളുടെ കേസ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മാലാഖ വെച്ചു. ഇതാ ഇവിടെ എൻ്റെ കയ്യിൽ രേഖകളാണ്. ഇത് കേശവേന്ദ്രകുമാറിനെ KSUക്കാർ മർദ്ദിച്ച അതിൻ്റെ പത്ര കട്ടിങ്ങാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട VC നമ്മുടെ സിറിയക് സാറിനെ, തോമസ് സാറിനെ KSUക്കാർ അത് മറന്നു കേരള സമൂഹം. ഇതാണ് അതിന്റെ പേപ്പർ കട്ടിംഗ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സിറിയക് സമൂഹത്തെ നിങ്ങൾ അതുപോലെ തന്നെ അവിടെ എനിക്കൊരു വിയോജിപ്പുള്ള സിറിയക് തോമസ് പറയുമ്പോൾ വിളനിലത്തിനെ വെച്ചുകൊണ്ട് ചെയ്യുന്നത്, അപ്പോൾ വിളനിലത്തിന് ചെയ്താൽ സിറിയക് തോമസിനെ ചെയ്യാമെന്നാണോ? അല്ലല്ലോ, അല്ല ആ കൗണ്ടർ ശരിയല്ല, ആ കൗണ്ടർ ശരിയല്ല ഷഫീർ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇടയിൽ കയറും? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് സമയം തന്നു, എൻ്റെ സമയമാണല്ലോ. അത് മറ്റൊരു കാര്യം, കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രാണ് KSCയുടെ ന്യൂമാൻ കോളേജിലെ പ്രിൻസിപ്പാളിനെ അതിഭീകരമായി മർദ്ദിക്കുന്നതാണ്. ഈ വാർത്ത പേപ്പർ കട്ടിംഗ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയ മാലാകമാർ, സമാധാനത്തിൻ്റെ മാലാകമാർ, നിങ്ങൾ വെള്ളയുമിട്ട് സമാധാനത്തിൻ്റെ മാലാകരമായി ചമയുകയും ഞങ്ങളെ അക്രമകാരികളെ ചിത്രീകരിക്കും. നിങ്ങളിങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ചാനലിൻ്റെ മുന്നിലിരുന്ന് പറയരുത്. ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ മെറിറ്റുകൾ ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ന്യൂമാൻ കോളേജിലെ പ്രിൻസിപ്പാളെ അതിഭീകരമായി ആക്രമിച്ചു. എന്തിനാ KSU വിദ്യാഭ്യാസം നടത്തിയത്? കേരള സമൂഹം ചർച്ച ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വിഷയത്തിലാണോ? കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്നും ഏതോ കോളേജിൽ ഏതോ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം സംഘർഷമുണ്ടായി എന്ന് ആരോപണം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി, ഇതും ആ രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസം നടത്തിയത്. ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിനെതിരല്ല. ഏറ്റവും ശക്തമായി വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾ ഏറ്റെടുക്കണം, KSUയും ഏറ്റെടുക്കണം. വിദ്യാഭ്യാസ മേഖല വിഷയത്തിലായിരിക്കണം. കേരളത്തിലെ കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കാത്തപ്പോൾ നിങ്ങൾ മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയോ KSU? ഇവിടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ മിണ്ടിയോ KSU? പരീക്ഷാ സംവിധാനം തകർത്തു, വാരിക്കോരി മാർക്ക് കൊടുത്ത സംവിധാനത്തിൽ ഇല്ലാതെ SLC റിസൾട്ടിനെ ആകെ തന്നെ ലോകത്തിനും അപമാനിച്ചു. വ്യക്തമാണ്. വിജയൻ ചർച്ചയിലേക്ക് തിരിച്ചു വരുന്നു. വിജയൻ, ഇവിടെ മറ്റൊരു കാര്യം, നേരത്തെ ശ്രീ ഹരീഷ് വാസുദേവ് സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരാഷ്ട്രീയവാദം മാത്രമാണ്. നിങ്ങൾ പരിശോധിക്കണം, ഞാൻ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞു, കർണാടകയിലും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന റാഗിങ്ങുകൾ, അവരുടെ മരണങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. എന്തുകൊണ്ട് അത് നടക്കുന്നു? കേരളത്തിലെ ക്യാമ്പസുകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? നിങ്ങളിവിടെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചപ്പോൾ, കേരളത്തിലെ കോടതി നിരോധിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കൈമുട്ടിയെന്ന്. അത് നിങ്ങളുടെ വാദം മാത്രമാണ്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമാണ് എന്ന് നന്നായി കരുതുന്ന ഒരു സമൂഹം ഈ കേരളത്തിനകത്തുണ്ട്. എവിടെയാ? കേരളത്തിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ മദ്യവും മയക്കുമരുന്ന് ഏത് ക്യാമ്പസിനകത്തേക്കാണ് കയറി വരുന്നത്? നിങ്ങളെടുത്ത് പരിശോധിക്ക്. വിദ്യാർത്ഥി രാഷ്ട്രീയമുള്ള ക്യാമ്പസിനകത്തേക്ക് മദ്യവും മയക്കുമരുന്ന് കടന്നു വരുന്നുണ്ടോ? രാഷ്ട്രീയ ക്യാമ്പസുകൾക്കകത്താണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്ക് തുറന്നൊരു സംവാദമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ചർച്ച നടത്താം. കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അതേതുമായിക്കോട്ടെ, അവരുള്ള ക്യാമ്പസുകൾക്കകത്തേക്ക് ഇത്തരം വ്യക്തമാണ്. കടന്നു വരുന്നില്ല. ഹരീഷിന്റെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്താൻ വളരെ ചുരുക്കത്തിൽ അരാഷ്ട്രീയമാണ് ഹരീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിജിന്റെ വാദം. KSUക്കാരും SFIക്കാരും ക്രിമിനൽ കേസിൽ പ്രതികളാണെന്നും അവർ ഇത്തരത്തിൽ ക്രൈം ചെയ്യുന്നുണ്ടെന്നും അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിക്കാനുള്ള, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവകാശം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയെ കൊണ്ടുപോകുന്നു എന്നുള്ള വാദം, ഈ എല്ലാ ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുമ്പോൾ അരാഷ്ട്രീയവാദം എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് സാധാരണഗതിയിൽ SFI അതിനെ മുദ്ര കുത്താറുണ്ട്. KSUക്കാരോടെതിരായി പറഞ്ഞാൽ അവരും പറയുന്നത് അരാഷ്ട്രീയവാദമാണെന്ന്. അവസാനം എന്താണ് സംഭവിക്കുക? TP ശ്രീനിവാസനെ പോലെ ലോകം ആദരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരാളെ തല്ലുന്നതിനെ വരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് തത്വാധിഷ്ഠിതമായി ഞങ്ങൾ സമരം നടത്തുന്നിടത്ത് വന്നാൽ ഞങ്ങൾ തല്ലുമെന്നതാണ് ഭാഷ. അപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ദയവേദി എനിക്ക് പറയാൻ അവസരം തരണം. ചാനലിന്റെ മുന്നിൽ ഞാൻ പറയുന്നത് പറയാണ്. അല്ലല്ല, നിങ്ങൾ ജനാധിപത്യം കാണിക്കണം. നിങ്ങൾ ജനാധിപത്യം കാണിക്കണം. ഞാൻ പറയുമ്പോൾ സമയം അനുവദിക്കണം, അല്ലെങ്കിൽ വേലാൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. ചർച്ചയ്ക്ക് വിളിക്കരുത്. സമയമില്ല. ഞാൻ പറയുന്നത് ഈ ഇന്നത്തെ ഒറ്റ വിഷയം എടുക്കൂ. ഇന്ന് ഈ അക്രമം ഉണ്ടായിട്ടുള്ള ഈ ക്യാമ്പസിൽ KSU പ്രവർത്തകർക്ക് വേണമെങ്കിൽ പഠിപ്പ് മുടക്കിന് നോട്ടീസ് കൊടുത്ത് അവർക്ക് പിരിഞ്ഞു പോവാം.
പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇവിടെ തുടർന്ന് പഠിക്കാൻ അവസരമൊരുക്കാൻ ഉള്ള ജനാധിപത്യം ഇവരാരും അംഗീകരിക്കില്ല. ഒരു കോളേജിലും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനവും നിങ്ങൾക്ക് പഠിപ്പ് മുടക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് പഠിക്കാനുള്ള അവകാശം ആളുകൾക്കുമുണ്ട്. ഇത്തരത്തിൽ ക്യാമ്പസുകളെ കൊലക്കളമായും അക്രമ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രങ്ങളായും മാറ്റുന്നത് കൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ കോളേജുകളിൽ നിന്ന് ഒരു നിവൃത്തിയുള്ള രക്ഷിതാക്കൾ കുട്ടികളെ സ്വകാര്യ ഒരൊറ്റ ചോദ്യം ഹരീഷ്, സമയമില്ലാത്തതുകൊണ്ടാണ് ഒരൊറ്റ ചോദ്യം മാത്രം. SFI നേരത്തെ TP ശ്രീനിവാസൻ വിഷയത്തിലെടുത്ത മാതൃകാപരമായ നടപടി പോലെ ഇവിടെ അധ്യാപകനെ മർദ്ദിച്ചവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുവാൻ KSU കോൺഗ്രസ് തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കും. ഈ രണ്ട് വശവും, ഞാൻ പറഞ്ഞ വശവും ഇവർ പറഞ്ഞ വശവും ഞങ്ങൾ അന്വേഷിക്കും. കൃത്യമായിട്ടും കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുന്ന സമീപനം KSUവിനില്ല. രണ്ട്, ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഇന്നിപ്പോ സെനറ്റ് ഇലക്ഷൻ ആയിരുന്നു. കൊല്ലത്ത് നിന്ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സമരത്തിനിടയിൽ മർദ്ദിച്ച സംഭവം, അധ്യാപകന്റെ കൈ ഒടിഞ്ഞതും പല്ല് പോയതുമായിട്ടുള്ള സംഭവത്തിനെ കുറിച്ചാണ്. സർഗാത്മകമായ വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പ്രവൃത്തികളും ഇനിയും ഉണ്ടാകും. അതിനെതിരായിട്ട് പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട്, അക്രമങ്ങൾക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നന്ദി.